വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ളൊരു ഫിഷ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുക്ക് ഹൗസിൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഫിഷ് കട്ട്ലേറ്റിനായിട്ട് ആവശ്യമായിട്ടുള്ള ഫിഷ് ഒന്ന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 ഉരുളക്കിഴങ്ങോളം ഉപ്പിട്ട് വേവിച്ചിട്ട് അതും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണോളം കുഞ്ഞായിട്ട് നുറുക്കിയതുണ്ട്. ഒരു 3 മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതെടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ കുട്ടികൾക്ക് കഴിക്കേണ്ടതും കൂടെ ആയതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ഒരു എരിവ്, ഒരുപാടങ്ങ് സ്പൈസി അല്ല, എന്നാൽ ഒരു മീഡിയം രീതിയിലുള്ള സ്പൈസി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് വേവിച്ചേക്കുന്നത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ആയതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള എരിവാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവായിട്ടുള്ളത് എന്താണോ അത് ചേർത്ത് കൊടുക്കണം. എനിക്ക് കുറച്ചും കൂടെ ഉപ്പും ഒരു ലേശം എരിവും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എരിവ് ലേശം കുറഞ്ഞതിന് കുറച്ചും കൂടെ ഒന്ന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ബോളുമായിട്ട് ഇങ്ങനെ ഉരുട്ടി ആ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ആദ്യം ഒന്ന് മുട്ടയിലേക്കൊന്ന് മുക്കി കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് പുരട്ടിയെടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയെടുക്കാറുണ്ട്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി എടുക്കണം. ഇതേപോലെ എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് അതിന് ശേഷം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ആദ്യം ഞാനൊരു സെറ്റ് വറുത്ത് മാറ്റിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും 2 സൈഡും ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്കാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.